നമ്മൾ പിന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തു നമുക്കിനി വേവിച്ചെടുക്കാം. ചിക്കൻ വേകുമ്പോഴത്തേക്ക് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് എടുക്കാം. നമ്മൾ കടുകിട്ട് കടുക് പൊട്ടി അതിലേക്ക് ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി ഇട്ടൊന്ന് വഴട്ടുക. അത് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞത് ഇടുന്നു. അതുപോലെ 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്കിട്ട് നല്ലപോലെ ഗോൾഡൻ നിറം വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ അത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതിനകത്ത് മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു വലിയ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ മൂത്തൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിലേക്കാണ് നമ്മൾ വേവിച്ച ചിക്കൻ ഇടുന്നത്. കുറച്ച് ഉപ്പ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അത് ഉടച്ചെടുക്കണം. ചിക്കൻ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മസാലയിലേക്ക് നമുക്ക് ഇടാം. നമുക്കിതിനകത്ത് മസാലയ്ക്കകത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് അത് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കേണ്ടതുണ്ട്. നമുക്കത് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം അത് അടച്ച് വെച്ച് നമുക്കൊന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. മസാലയെല്ലാം നമുക്ക് ചിക്കനിലേക്ക് പിടിക്കേണ്ടതുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് അത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വേണ്ട കറിവേപ്പിലയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്ക് വെള്ളമൊക്കെ പറ്റി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.